1978 ഒരു അവധിക്കാലത്ത് കോട്ടയം റെയിൻബോ തിയേറ്ററിന് സമീപമുള്ള ഒരു കള്ള് ഷാപ്പിൽ വെച്ച് ആലപ്പി എ ഷെരീഫ് എന്ന സഹൃദയനായ ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവളൊരു അഭിസാരികയായിരുന്നു. അവളുടെ കുടുംബം പുലർത്താൻ, അവളുടെ സഹോദരങ്ങൾ വളർത്താൻ വേണ്ടിയാണ് അഭിസാരികയായി മാറിയത്. അവളുടെ ജീവിതകഥ സശ്രദ്ധം കേട്ട ആലപ്പി എ ഷെരീഫ് പിന്നീട് അതിനെ ഒരു നോവലായി പരിവർത്തനപ്പെടുത്തി. ആ നോവൽ പിൽക്കാലത്ത് കുങ്കുമം വാരികയിൽ അവളുടെ രാവുകൾ പകലുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ആലപ്പി എ ഷെരീഫ് മദിരാശിയിൽ താമസമാക്കി. സിനിമയായിരുന്നു പിന്നീട് അയാളുടെ തട്ടകം. പിൽക്കാലത്ത് സംവിധായകനായി മാറിയ IV ശശിയും നടനായി മാറിയ ജനാർദ്ദനും അയാൾക്കൊപ്പം താമസിക്കുകയായിരുന്നു. അവിടെ വച്ചാണ് അയാൾ ആ നോവൽ എഴുതി പൂർത്തിയാക്കിയത്. ഈ നോവലാണ് പിൽക്കാലത്ത് അവളുടെ രാവുകൾ എന്ന പേരിൽ IV ശശിയുടെ ഒരു ക്ലാസിക് സിനിമയായി മാറിയത്. അവളുടെ രാവുകൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കാലത്ത് മലയാളികൾ നാണിച്ചിരുന്നു. എന്നാൽ M. ഗോവിന്ദനെ പോലെയുള്ള ദിഷണാശാലികൾ ഇതൊരു അശ്ലീല സിനിമയല്ല എന്ന് പറഞ്ഞതോടുകൂടി മലയാള സിനിമയുടെ ചരിത്രത്തിൽ അവളുടെ രാവുകൾ വലിയൊരു മാറ്റത്തിന്, വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. സീമ എന്ന നായികയെ IV ശശി അവതരിപ്പിക്കുന്നതും അവളുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുന്നതും അവളുടെ രാവുകൾ എന്ന സിനിമയിലൂടെയായിരുന്നു. ഫിലിം മാഗസിൻ എന്ന അക്കാലത്ത് സിനിമയെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിരുന്ന സിനിമ മാസിക ഈ സിനിമയെക്കുറിച്ച് എഴുതിയ റിവ്യൂവിൻ്റെ തലക്കെട്ട് ചുമരുകൾ പോലും നാണിക്കുന്നു എന്നായിരുന്നു. EV ശ്രീധരൻ, പ്രശസ്തനായ കഥാകൃത്ത് EV ശ്രീധരനാണ് ആ കുറിപ്പ് എഴുതിയത്. അതേ EV ശ്രീധരൻ പിൽക്കാലത്ത് ആലപ്പി എ ഷെരീഫിൻ്റെ അവളുടെ രാവുകൾ എന്ന സിനിമയുടെ തിരക്കഥ പുസ്തക രൂപത്തിലായപ്പോൾ അദ്ദേഹം അതിന് ആമുഖം എഴുതി. ഖേദപൂർവം എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. കാരണം എന്താണ്? അവളുടെ രാവുകൾ എന്ന സിനിമയെ അശ്ലീല സിനിമയായി AS സർട്ടിഫിക്കറ്റ് നേടിയ മലയാളത്തിലെ ആദ്യ സിനിമയായി കണ്ടവർ അവരുടെ ചിന്തകളാകെ മാറ്റിവെക്കുന്ന ഒരു കാഴ്ചയാണ് പിൽക്കാലത്ത് കണ്ടത്. എല്ലാ പ്രേക്ഷകർക്കും തിരക്കഥയുടെ രീതിശാസ്ത്രത്തിലേക്ക് സസ്നേഹം സാദരം സ്വാഗതം. നോവലിസ്റ്റായി തുടങ്ങിയ ആലപ്പി എ ഷെരീഫ് പിൽക്കാലത്ത് തിരക്കഥാകൃത്തായി മാറി. അദ്ദേഹത്തിൻ്റെ വലിയൊരു മോഹമായിരുന്നു അവളുടെ രാവുകൾ പകലുകൾ എന്ന നോവൽ സിനിമയാക്കണം എന്നത്. പക്ഷേ ആര് സംവിധാനം ചെയ്യും, ആര് നിർമ്മിക്കും? IV ശശി എന്ന കലാസംവിധായകൻ്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ഈ നോവൽ എഴുതി പൂർത്തിയാക്കുന്നത്. പിൽക്കാലത്ത് അതിനുശേഷം IV ശശി സംവിധായകനായി മാറുകയാണ്. സംവിധായകനായി മാറിയ IV ശശിയോട് അദ്ദേഹം ഈ കഥ പറയുന്നു. കാരണം IV ശശിയുടെ സാന്നിധ്യത്തിലാണല്ലോ നോവലുകളുടെ പല ചാപ്റ്ററും അദ്ദേഹം എഴുതി തീർത്തത്. സംവിധായകനായ IV ശശിക്ക് ഈ ചിത്രം ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. പക്ഷേ ആര് നിർമ്മിക്കും? ഒടുവിൽ മുരളി ഫിലിംസിൻ്റെ ബാനറിൽ MP രാമചന്ദ്രൻ എന്ന നിർമ്മാതാവ് ഈ ചിത്രം നിർമ്മിക്കാൻ തയ്യാറാവുകയാണ്. പാവമണി എന്ന നിർമ്മാതാവ് ചിത്രത്തിന് ഫണ്ട് ചെയ്യാൻ തയ്യാറാവുകയാണ്. അപ്പോഴും പ്രധാന പ്രശ്നം ഈ ചിത്രത്തിലെ നായികയെ ആരവതരിപ്പിക്കും? രാജി എന്ന നായിക സമകാലികമായ എല്ലാ സാഹചര്യങ്ങളോടും, കേരളത്തിൻ്റെ അന്നത്തെ പ്രത്യേക ചുറ്റുപാടുകളോട്, കേരളത്തിൻ്റെ അന്നത്തെ പ്രത്യേക സാമൂഹിക അന്തരീക്ഷത്തോട് കലാപം നടത്തുന്ന, വിപ്ലവം നടത്തുന്ന ഒരു നായികയാണ് രാജി. ആ പെൺകുട്ടിയെ ആരാണ് അവതരിപ്പിക്കുക? വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി കാര്യങ്ങൾ. ശാന്തി എന്ന പെൺകുട്ടി IV ശശി ആദ്യം കാണുന്നത് അവൾക്ക് 8 or 9 വയസ്സുള്ളപ്പോഴാണ്. മദിരാശിയിൽ തങ്കപ്പൻ മാസ്റ്ററുടെ ശിഷ്യൻ കമൽ അവളെ നൃത്തം പഠിപ്പിച്ചിരുന്നു. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ നൃത്തം അഭ്യസിച്ചിരുന്നത് കമലാണ്. ഇങ്ങനെ നൃത്തം ചവിട്ടുന്നതിനിടയിൽ ഒരു ദിവസം ആദ്യമായി IV ശശി അവളെ കാണുകയാണ്. ധിക്കാരിയായ ഒരു പെൺകുട്ടി. അതിൻ്റെ കാരണമുണ്ട്. അവളുടെ അച്ഛൻ അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവളെ ഉപേക്ഷിച്ചു പോയിരുന്നു. അമ്മയാണ് അവളെ വളർത്തുന്നത്. നൃത്തം ചവിട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ അവൾ ഛർദ്ദിക്കാൻ തുടങ്ങും. അങ്ങനെ വാന്തി ശാന്തി എന്നാണ് കമൽ അവളെ വിളിച്ചിരുന്നത്. വാന്തി എന്നാൽ ഛർദിൽ എന്നാണ് അർത്ഥം. പിന്നീട് IV ശശി ഹൈദരാബാദിൽ നടി ശ്രീദേവിയെ കാണാൻ പോകുമ്പോൾ ശാന്തി എവിടെ വെച്ച് കാണുകയാണ്. അന്നവൾ ചിത്രത്തിലെ 2ാം നായികയായി അതിലൊരു നൃത്തരംഗത്തിൽ അഭിനയിക്കാൻ ഹൈദരാബാദിലെത്തിയിരുന്നു. ശ്രീദേവി ശാന്തിയെ വിളിച്ച് IV ശശിയെ പരിചയപ്പെടുത്തി. ഇത് മലയാളത്തിലെ പെരിയ ഡയറക്ടർ, നിനക്ക് അവസരം തരാൻ ഇയാൾ വിചാരിച്ചാൽ കഴിയും. ശാന്തി അങ്ങ് തുറന്നെതിർക്കുകയാണ്. എന്നാ ചേച്ചി ഇത്? ഇയാൾ എന്ത് ഡയറക്ടറാ? ഇയാളെപ്പോലെ ഒരുപാട് പേർ എനിക്ക് അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചുമ്മാ ചേച്ചി എന്ന് പറഞ്ഞു. അവളുടെ തുറന്നു പറച്ചിൽ, അവളുടെ തുറന്നുള്ള പ്രകൃതം IV ശശിക്ക് ഇഷ്ടപ്പെടുകയാണ്. പിന്നീട് കാണുന്നത് ഇതാ ഇവിടെ വരെ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. ഈ ശാന്തി ആരെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഈ ശാന്തിയാണ് പിൽക്കാലത്ത് സിനിമയിലെ നായികയായതും IV ശശിയുടെ ജീവിതത്തിലെ നായികയായതും. സീമ എന്ന വളരെ പ്രശസ്തയായ മലയാളത്തിലെ അനുഗ്രഹീതയായ നടിയുടെ ജനനമായിരുന്നു അത്.
കൊറിയോഗ്രാഫർ AK ചോപ്രയുടെ നിർദ്ദേശാനുസരണം ലിസ ബേബിയേട്ടനാണ് സീമയെ ആദ്യമായി സിനിമയിൽ നായികയായി അവതരിപ്പിക്കുന്നത്. നിഴലേ നീ സാക്ഷി എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ പേര്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ചിത്രം റിലീസായില്ല. അതുകൊണ്ട് തന്നെ അവളുടെ രാവുകളാണ് സീമ നായികയായ ആദ്യത്തെ ചിത്രം. ഈ ചിത്രത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സീമ അഭിനയിച്ചത്. കാരണം 19 വയസ്സ് മാത്രമായിരുന്നു അക്കാലത്ത് സീമയ്ക്കുണ്ടായിരുന്നത്. 19 വയസ്സുള്ള നീ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ നിനക്ക് ഗതി പിടിക്കുകയില്ല, നിൻ്റെ ജീവിതം പോയി എന്ന് പലരും സീമയെ ഉപദേശിച്ചു. പല മുൻനിര നായികമാരും നിരസിച്ച കഥാപാത്രമാണെന്ന് അവളെ പലരും ഉപദേശിച്ചു. പക്ഷേ അപ്പോഴെല്ലാം IV ശശി പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ സിനിമയല്ല, ഇതിൽ ഒരു വൾഗർ രംഗങ്ങൾ പോലും നിനക്കുണ്ടാവില്ല, ഇത് മലയാളത്തിൽ നവതരംഗത്തിന് തുടക്കം കുറിക്കുന്ന സിനിമയാണ്, ഇത് നിൻ്റെ ജീവിതം രക്ഷപ്പെടുത്തും എന്ന് IV ശശി അവൾക്ക് ഉറപ്പ് കൊടുത്തു. സത്യത്തിൽ അവളുടെ രാവുകളിൽ അഭിനയിക്കുന്ന ആ കാലത്താണ് IV ശശിയുടെ മനസ്സിലേക്ക് സീമ കൂടുകൂട്ടുന്നത്. അതൊരു പ്രണയമോ അങ്ങനെ ഒരു കാര്യമോ ആയിരുന്നില്ല. കാരണം IV ശശി പ്രണയത്തിൻ്റെ പുറകെ പോകുന്ന ഒരു സംവിധായകനൊന്നും ആയിരുന്നില്ല. മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള സംവിധായകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒരു ദിവസം IV ശശി അസുഖം വന്ന ആശുപത്രിയിലായി. അദ്ദേഹം ബോധരഹിതനായി. ബോധമില്ലാത്ത പല ഘട്ടങ്ങളിലും അമ്മ മാത്രമാണ് അദ്ദേഹത്തെ നോക്കാനുള്ളത് ആശുപത്രിയിൽ. അദ്ദേഹം സീമേ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. അസുഖം ഭേദമായി വീട്ടിലെത്തിയപ്പോൾ IV ശശിയോട് അമ്മ ചോദിക്കുകയാണ്, നിനക്ക് സീമയെ ഇത്രമാത്രം ഇഷ്ടമാണോ എന്ന്. IV ശശി മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം അത്തരം പൈങ്കളിത്തരങ്ങൾക്ക് നിർന്നു കൊടുക്കുന്ന ഒരാളായിരുന്നില്ല IV ശശി. വളരെ സീരിയസായി സിനിമയെ സമീപിക്കുന്ന ഒരാളായിരുന്നു. എങ്കിൽ നിനക്ക് സീമയെ ആലോചിച്ചാലോ എന്ന് IV ശശിയോട് അമ്മ ചോദിക്കുകയാണ്. അത് അദ്ദേഹം അംഗീകരിക്കുകയാണ് ചെയ്തത്. അവളുടെ രാവുകൾ എന്ന സിനിമ അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ മാത്രമല്ല ചരിത്രം തിരുത്തിക്കുറിച്ചത്, IV ശശിയുടെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രവും തിരുത്തി എഴുതുകയായിരുന്നു. ആലപ്പി A ഷെരീഫിൻ്റെ കൂട്ടുകളിൽ 24 സിനിമകളാണ് IV ശശി സംവിധാനം ചെയ്തത്. 24 ഏകദേശവും സൂപ്പർ ഹിറ്റായിരുന്നു. പക്ഷേ അവളുടെ രാവുകൾ എന്ന സിനിമയുടെ ഹിന്ദി പതിപ്പ് ഷെരീഫിനെയും IV ശശിയെയും 2 തട്ടിലാക്കി. എന്താണ് തെറ്റിദ്ധാരണ സംഭവിച്ചതെന്ന് IV ശശിക്ക് പിന്നീട് അറിയുകയുണ്ടായില്ല. എന്തോ സംഭവിച്ചു. ആ ഹിന്ദി പതിപ്പുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ അവരെ മാനസികമായി അകറ്റി. പിന്നീട് അവർ 1988 ഒന്നു ചേർന്നെങ്കിലും വീണ്ടും അവർ പിരിയുകയാണ് ഉണ്ടായത്. ആലപ്പി A ഷെരീഫ് IV ശശിയുടെ മനസ്സറിഞ്ഞ തിരക്കഥാകൃത്തായിരുന്നു. പിന്നീട് T ദാമോദരൻ മാഷോടൊപ്പം IV ശശി ചേരുമ്പോഴും ഷെരീഫിൻ്റെ തിരക്കഥകൾ അതിൽ നിന്നും അദ്ദേഹത്തെ സംവിധായകൻ എന്ന നിലയിൽ വേറിട്ട് നിർത്തി. അവളുടെ രാവുകളിലെ ഒരു പോസ്റ്ററാണ് ഏറ്റവും വിവാദമായത്. ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ ഷർട്ടൂരി അവളുടെ കാലിലെ മുറിവ് കാണിച്ചു കൊടുക്കുന്ന ആ രംഗം, രാജി എന്ന നായിക, ആ രംഗം പിന്നീട് പോസ്റ്ററായി മാറിയതോടുകൂടി ഇത് രാഷ്ട്രീയ സിനിമയാണെന്ന് പരക്കെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. എന്നാൽ അതിൽ ഒരു അശ്ലീലതയും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ M ഗോവിന്ദനെ പോലെയുള്ള ദിഷണാശാലികൾ പിൽക്കാലത്ത് ഈ സിനിമ മലയാളത്തിലെ നവതരംഗത്തിന് തുടക്കം കുറിക്കുന്ന സിനിമയാണെന്ന് പറഞ്ഞത്. EV ശ്രീധരനെ പോലെയുള്ള പ്രശസ്തരായ തിരക്കഥാകൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ പഴയ നിലപാട് മാറ്റാനുള്ള കാരണവും ഇത് തന്നെയാണ്. പോസ്റ്റർ വിവാദമായി എന്നത് മാത്രമാണ് ആ സിനിമയിൽ ഉണ്ടായ ഏക നിർഭാഗ്യകരമായ സംഭവം. പക്ഷേ ഈ പോസ്റ്ററാണ് ആ സിനിമയെ സൂപ്പർ ഹിറ്റാക്കിയത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ആദ്യത്തെ 3 ദിവസവും ചിത്രത്തിന് ആളുകളില്ലാതെയാണ് ഓടിയത്. എറണാകുളത്തെ ഒരു തിയേറ്ററിൽ നിന്നാണ് IV ശശി ഈ സിനിമ കാണുന്നത്. നിർമ്മാതാവിനോടൊപ്പം നായികയായ സീമയോടൊപ്പം ആയിരുന്നു ഈ സിനിമ അദ്ദേഹം കണ്ടത്. നിർമ്മാതാവായ രാമചന്ദ്രൻ സീമയോട് ആദ്യമായി സംസാരിച്ചത് ഈ ചിത്രത്തിൻ്റെ തിയേറ്റർ റിലീസിന് ശേഷം മാത്രമാണ്. സിനിമ നന്നായിരിക്കുന്നു എന്നാണ് രാമചന്ദ്രൻ സീമയോട് പറഞ്ഞത്. കോളേജ് വിദ്യാർത്ഥികളായ 3 ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് രാജി എന്ന അഭിസാരിക കടന്നു വരുന്ന ഈ ചിത്രത്തിൽ അഭിനയിച്ചത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ സുകുമാരനും സോമനും രവികുമാറുമാണ്. ജനാർദ്ദനെയും ശങ്കരാടിയെയും ബഹദൂറിനെയും പോലുള്ളവർ ഈ ചിത്രത്തെ സജീവമാക്കി. മലയാളത്തിലെ ആദ്യത്തെ നായിക പ്രാധാന്യമുള്ള സിനിമ എന്ന് അവളുടെ രാവുകൾ പിൽക്കാലത്ത് വിശേഷിക്കപ്പെട്ടു. ഇന്നും TV-യിൽ വരുമ്പോൾ, ഇന്നും OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അവളുടെ രാവുകൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ സിനിമയുടെ ജാതകം മാറിപ്പോയി. ഒരു കാലത്ത് അശ്ലീല സിനിമ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ A സർട്ടിഫിക്കറ്റ് നേടിയ സിനിമ എന്ന് എഴുതിത്തള്ളിയവർ തന്നെ പിൽക്കാലത്ത് ഈ സിനിമയെ നവതരംഗത്തിൻ്റെ തുടക്കമായി വിശേഷിപ്പിക്കപ്പെട്ടു. അവളുടെ രാവുകൾ സീമയുടെ ജീവിതത്തിൽ മാത്രമല്ല മലയാള സിനിമയുടെ ജീവിതം തന്നെ മാറ്റി എഴുതിയിട്ടുണ്ട്. IV ശശിയുടെ ഏറ്റവും നല്ല ചിത്രങ്ങളിലൊന്നായി അവളുടെ രാവുകൾ അറിയപ്പെടുന്നു. A ഷെരീഫിൻ്റെ ഏറ്റവും നല്ല തിരക്കഥകളിലൊന്നായും ഈ ചിത്രം അറിയപ്പെടുന്നു. തിരക്കഥ രീതിശാസ്ത്രം കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ലോകം കാണുന്നതുവരെ നമസ്കാരം.